മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറയുന്നത്. അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യമൊക്കെ നമ്മൾ സംഭരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും വന്ന ഒരു ചെറുകിട വ്യവസായമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വന്നിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ സാറിന് എന്താണ് ഇത് ഇങ്ങനെ ചെറുകിട വ്യവസായം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരോട് സാറിന് പറയാനുള്ളത്? ചെറുകിട വ്യവസായം ഏതും അതിനെ കുറിച്ച് പഠിക്കണം. ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റിയെ കുറിച്ച് ശരിക്ക് പഠിക്കണം. അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച്, മാർക്കറ്റിങ്, അതുപോലെ അതിൻ്റെ തൊഴിലാളികളുടെ അവൈലബിലിറ്റി, അതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങാൻ. ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആൾ ഓടിയെത്തി അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആള് ഇപ്പം സ്ട്രഗിൾ ചെയ്യാണോ അല്ലയോ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. തന്നെയല്ല റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ, ഇതിൻ്റെ മാർക്കറ്റിങ് എങ്ങനെയാണ്, പൊട്ടൻഷ്യാലിറ്റി, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാൾ അതിലേക്ക് ഇറങ്ങാൻ. പിന്നെ ഏത് ബിസിനസ്സിനുള്ള ഒരു പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആവണം. ഇതിലിപ്പോൾ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നപ്പം എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് സാറിന് ഉണ്ടായിട്ടുണ്ടാവും? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഗ്രാൻഡ് ഫാദർ ആയിട്ട് സോമിൽ ഉണ്ടായിരുന്നു, മറ്റു ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. കാലഘട്ടം മാറുന്നതനുസരിച്ച് തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന സ്ട്രഗിൾ, എന്റെ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. അതിലേതാണ്ട് ഒരു 60-70% ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാണ്. പിന്നെ അതിന്ന് നമ്മൾ കയറി പോകുന്നതാണ്. അതെങ്ങനെയാണ് ആക്ച്വലി ആ ഒരു അതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് ഉണ്ടായതെന്ന് ഫയർ ആക്സിഡന്റിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയി കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു. പിന്നെ രണ്ടാമത് അവിടെ തന്നെ. അപ്പൊ ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി. പഴയതിൽ നിന്നും കുറച്ചുകൂടി അതിന്റെ സംവിധാനങ്ങളൊക്കെ മികവുറ്റതാക്കി. അപ്പൊ അങ്ങനെ അതിന്റേതായ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണോ പിന്നെ നമ്മൾ എക്സ്പോർട്ടിങ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. എക്സ്പോർട്ടിംഗ് ഒക്കെ നന്നായിട്ട് 100% എക്സ്പോർട്ട് ചെയ്ത ഒരു കാലയളവ് ഉണ്ടായിരുന്നു. കൂടുതൽ മിഡിൽ ഈസ്റ്റിലേക്ക്. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക്? ഞാൻ കൂടുതൽ UAE, പിന്നെ ഖത്തർ ചെയ്തിട്ടുണ്ട്, തുർക്കി ചെയ്തിട്ടുണ്ട്, കുവൈറ്റ്, സൗദി എല്ലാം ചെയ്തിട്ടുണ്ട്. GCC അല്ലാതുള്ള രാജ്യങ്ങളിലേക്ക് GCC അല്ലാതെ ചെയ്തിരിക്കുന്നത് തുർക്കിയാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒറ്റക്കായിരുന്നു. അതിനുശേഷം ഈ ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് അതിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവഡ് അല്ല. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് മുജീബ് സാർ? ഇത് ഇൻഡസ്ട്രി ഞാൻ ഒറ്റക്കാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എത്രത്തോളം സ്റ്റാഫുകളുണ്ട്? സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് 200ഓളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട്. കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു 15ഓളം പേര് ഓഫീസ് സ്റ്റാഫായിട്ട് ടോട്ടൽ ഒരു 225 അത്രയും പേരൊക്കെ 215-225 അടുത്ത് ആളുകൾ ഉണ്ട്. എത്ര വർഷമായി നമ്മുടെ ഈ ഒരു സ്ഥാപനം? ഞാൻ 98-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഞാൻ വേറെ 1-2 യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു. ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിന് എടുക്കായിരുന്നു. അതിൽ എത്രത്തോളം ക്ലയൻസ് നമുക്കുണ്ട് ഇൻഡിവിജ്വലായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം? ക്ലയൻസിന്റെ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഇപ്പൊ എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു 50-60 ഡീലേഴ്സ് ആണ്. അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹോൾസെയിൽ ആയിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ 1-2 നല്ല പാർട്ടികളുണ്ട്. ആദ്യം ഞാൻ 100% മിഡിൽ ഈസ്റ്റിൽ കൊടുത്തോണ്ടിരുന്നപ്പോൾ ദുബായിലൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ ഡിവിഷനായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ വേറൊരു ബിസിനസ് പേഴ്സൺ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കുറേ ക്ലയൻസിലേക്ക് പോകുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്ലയൻസ് കുറച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഒരു നല്ല. അതാണ് കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ അവർക്ക് ആവശ്യത്തിന് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും, അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. അതെ അതെ. നമുക്ക് എപ്പോഴും നല്ലൊരു ഡീലിങ്സ് ക്ലയൻസിനായിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് അതുകൊണ്ട് സാധിക്കും അല്ലേ. ബിസിനസ്സിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ പ്ലൈവുഡിന്റെ കാര്യത്തിലെത്തുമ്പോൾ, പ്ലൈവുഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വുഡിൽ നിന്നാണ്, മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി പ്ലൈവുഡ് നമ്മൾ മനുഷ്യർ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതിയെ അത് ബാധിക്കില്ലേ? അപ്പോൾ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാർ കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ്? ശരിക്കും ആദ്യകാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് ഈ സോമില്ല് നടത്തുന്നവർ അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അത് പ്രകൃതിക്ക് ദോഷമാണെന്നൊക്കെ ധരിച്ചു. പക്ഷെ നമ്മുടെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം ഏതാണ്ട് 10-35 വർഷമായിട്ട് ഫോറസ്റ്റിന്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല.
പക്ഷേ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീടുകളിലെ കുടികളിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങൾ, അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു മരമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റേഷൻ ട്രീസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. തന്നെയല്ല, ഒരു വലിയൊരു സാമ്പത്തിക ക്രയവിക്രയമാണ് അതിൽ നടക്കുന്നല്ലോ. ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു, അത് കട്ട് ചെയ്യുന്നു, അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു. അപ്പൊ ഒരു വീട്ടില് ഒരു ചെറിയൊരു കുടുംബം ഇപ്പൊ മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണ ആവശ്യം വന്ന, അല്ലെങ്കിൽ ഒരു പ്രസവ ആവശ്യം വന്ന, അത് ആ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിവിട്ടിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് വെട്ടിവെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ. തന്നെയുമല്ല, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത്. ഇപ്പൊ പ്ലാസ്റ്റിക് ആയി. പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ആ ഒരു സ്ട്രെങ്ത്തും. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മലിനീകരണം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മരത്തിലേക്ക് അതുപോലെ ഇപ്പൊ ചില പരസ്യങ്ങൾ നമുക്ക് കാണാം, ഈ മൾട്ടി വുഡ് പോലെയുള്ള PVC, അതുമാതിരി കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ. ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും, ഇനി മൾട്ടി വുഡ് ഉണ്ട്, അതല്ലെങ്കിൽ വുഡ് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട്, പക്ഷെ അത് വുഡല്ല ആക്ച്വലി. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു തകരാറ് അവർ പറയുന്നത് ഫയർ പിടിക്കൂല, ചെതല് പിടിക്കൂല, ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല, ചെതല് പിടിക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിനുണ്ടല്ലോ, അത് നശിക്കൂല എന്നല്ല എന്റെ അർത്ഥം. നേരെ മറിച്ച് പ്ലൈവുഡ് ചെതല് പിടിക്കും, പ്ലൈവുഡ് കത്തും. അപ്പൊ നശിച്ചു പോണ സാധനങ്ങൾ ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീരുന്ന സാധനങ്ങളാണല്ലോ എപ്പോഴും നല്ലത്. തീർച്ചയായിട്ടും അതൊരു വിഷമമായിട്ട്. അതാണിപ്പോ ഇതിലിപ്പോ ചെതല് പിടിക്കാത്തതിന്റെ കാരണം എന്താ? അതിൽ അത്രയും കെമിക്കൽ ഉള്ളതുകൊണ്ടാണല്ലോ ചെതല് പിടിക്കാത്തത്. അതുമാതിരി പ്ലാസ്റ്റിക് നശിക്കൂല. അപ്പൊ അത് നമ്മൾ ഇപ്പൊ പല ആളുകളും മൾട്ടി വുഡ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു, ഇന്റീരിയർ ചെയ്യുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് പിടിപ്പിച്ചു ഒരു ഡോറിന്, അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോരും. കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. നേരെ വെച്ചാൽ പ്ലൈവുഡ് അല്ലെങ്കിൽ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം, സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്ക് ഇടുന്നത്. ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നത് ചെതല് പിടിക്കൂലെന്ന്. ചെതല് പിടിക്കില്ലാത്ത സാധനം പറമ്പിൽ കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും. നേരെ ഒരു പ്ലൈവുഡിന്റെ പീസ് പറമ്പിൽ കൊണ്ട് കിട്ടുന്ന വെച്ചോ, അത് ഒരു മാസോ 2 മാസോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ള ചെതല് പിടിച്ച് അത് മണ്ണായി തീരും. തന്നെയല്ല, നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പാനൽ ചെയ്യണമെന്നാണ് ശരിക്കും ഇപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു എമൽഷൻ ഉണ്ടല്ലോ, അത് ഒഴിവാക്കണമെങ്കിൽ ശരിക്കും പാനൽ ചെയ്യണമെന്നാണ്. ഈ വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ. അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാവും. വുഡ് ശരിക്കും അതിന് ആവശ്യമാണ്. അപ്പൊ ഈ പ്ലൈവുഡ് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ്, നമ്മുടെ തീർച്ചയായിട്ടും. എത്രയോ വർഷം അത് നനയാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഞാനതുപോലെ വേറെ എവിടെയോ വായിച്ചേക്കുന്ന ഒരു സംഭവമാണ്, മരത്തിന്റെ ഈ റിങ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മൾ കണ്ടുപിടിച്ച് അത് വെട്ടുന്നത്. അത് ശരിയാണോ? പ്ലാന്റഡ് ആയിട്ടുള്ള ട്രീസും അങ്ങനെ തന്നെ. അതിപ്പോ ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്ന മരങ്ങൾ മെയിനായിട്ട് ഇപ്പോ പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മരമാണ് മില്ലിയാഡൂബിയ എന്ന് പറഞ്ഞാൽ, വേപ്പ് എന്ന് പറയും. നല്ല വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം. അത് ഫർണിച്ചറിന് നല്ലതാണ്, പ്ലൈവുഡിന് നല്ല. ശരിക്കും അതൊരു 6-7 വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. 7 years ആകുമ്പോൾ കട്ട് ചെയ്യാം. അപ്പൊ അത് എല്ലാ വീടുകളിലും ഇപ്പൊ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാൻ അതിനെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കർഷകരുടെ ഒരു പ്രോപ്പർട്ടിയില് മറ്റ് കൃഷി ചെയ്യണതിന്റെ കൂട്ടത്തിൽ സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു 6-7 കൊല്ലം കഴിയുമ്പോൾ അത് കട്ട് ചെയ്താൽ എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പൊ അതിന്റെ ഇടകൃഷിയായിട്ട് ഫ്രൂട്ട്സ് നടാം, മറ്റ് കൃഷികൾ ചെയ്യാം. അപ്പൊ ഇതൊരു റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. 6-7 കൊല്ലം എന്തുകൊണ്ടും നടാന്റെ ഇടയിൽ നടാം. അതൊക്കെ ഫ്രൂട്ട്സ് അതിന്റെ ഇടയിൽ ഇപ്പൊ കർണാടകയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് ശരിക്കും മില്ലിയാഡൂബിയ, വട്ട, ഇതൊക്കെ 6-7 കൊല്ലം കൊണ്ട് കട്ട് ചെയ്യാവുന്ന മരങ്ങളാണ്. അപ്പൊ ഇത് ശരിക്കും പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണമെന്നുള്ളതാണ് അതിന്റെ നിയമം.